friends, I am Rose Collections Thrissur. In the Kurthis video, we have demand for pattern Kurthi with overcoat. We have casual frock style use cheyyam അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ്. കളർ മാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കളർ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം എൻ്റെ റേറ്റ് വന്നേക്കുന്നത് 699 ആണ്. ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. ഫുൾ കുർത്തി വരുന്നത് ഇതേപോലെ ഫുൾ ലെങ്ത്തിൽ. ഇത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വിത്ത് ലൈനിങ്, വിത്തൗട്ട് സ്ലീവ് ആണ് ഇതിൻ്റെ പാറ്റേൺ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു സ്ലീവ് നമ്മൾ നെറ്റ് സ്ലീവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗ്രേ ഷെയ്ഡിൽ കൊടുത്തിട്ട് സ്ലീവായിട്ട് ആസ് എ ഫ്രോക്ക് ആയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടിഭാഗത്ത് ഇതേപോലെ ഫ്രില്ല് വെച്ചിട്ടാണ് വരുന്നത്. ഫുള്ളി ഗ്രേ കളറിൻ്റെ മെറ്റീരിയലിൽ വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഷിഫോൺ മെറ്റീരിയലാണ്. ലൈനിങ് വരുന്നത് ക്രേപ്പിലാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ അതേ പാറ്റേണിലാണ് വരിക. ഇതിന് ഓവർകോട്ട് വരുന്നത് ഇതേപോലെ കോട്ടൺ മെറ്റീരിയലാണ് ഓവർകോട്ട് വരുന്നത്. ഇത് എക്സലിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ സൈസാണ്. ഇതിൽ വരുന്നത് നമുക്ക് സൈസുകൾ അവൈലബിൾ ആവുന്നത് മീഡിയം, ലാർജ്, എക്സൽ ആണ്. ഇതാണ് ഇതിൻ്റെ വൈറ്റ് കോട്ട് വിത്ത് സ്ലീവ് ആണ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്ലീവിന് ഷോർട്ട് സ്ലീവ് ആക്കാം. അപ്പോഴും അത് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. കോട്ടൺ ആണ് വരുന്നത്. ആസ് എ വിത്ത് ഷ്രഗ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നേഴ്സ് ഇട്ടിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഡാർക്ക് ഗ്രേ വിത്ത് വൈറ്റ് ഡോട്ട്സ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. 699 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സൈസസ് ഞാൻ മെൻഷൻ ചെയ്തു, മീഡിയം, ലാർജ്, എക്സൽ. ഇതിൽ തന്നെ നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഡാർക്ക് നേവി ബ്ലൂവിലാണ് വരുന്നത്. ലുക്കിങ് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതും വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അടിഭാഗത്ത് ഇതേപോലെ ഫ്രീ സ്റ്റൈൽ ആയിട്ടാണ് സ്റ്റിച്ചിങ് വരിക. അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഒരു ഗൗൺ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലും സെയിം സൈസാണ്, മീഡിയം, ലാർജ്, എക്സൽ ആണ് വരുന്നത്. ഇതേപോലെയാണ് ലുക്ക് വിത്ത് ഓവർകോട്ട് തന്നെ. നെക്സ്റ്റ് ഇതിൽ ഒരു കളർ ചോയ്സും കൂടി ഉള്ളത് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് വിത്ത് വൈറ്റ് ഓവർകോട്ട്. എല്ലാത്തിനും കോട്ട്സ് വൈറ്റിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതേപോലെ വരും. ഇതും വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ചോയ്സാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഫ്രോക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു സ്ലീവ്, നെറ്റ് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ഇട്ടിട്ടായാലും ഇത് ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. കോട്ടിൻ്റെ ഒപ്പം ആയാലും യൂസ് ചെയ്യാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. പ്രൈസ് റേഞ്ച് എല്ലാത്തിനും സെയിം 699 പ്ലസ് ഷിപ്പിംഗ് ആണ് വരിക. ഓക്കെ, ഇത് വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഒരുപാട് എൻക്വയറി നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള 3 കളേഴ്സ് ഡാർക്ക് നേവി ബ്ലൂ, ഡാർക്ക് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ്. ഗ്രേ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നിക്കും, ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്. ഓവർകോട്ട് ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ടൈങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്ലീവ്സ് വരുന്നത് 3/4 സ്ലീവ്സ് ആണ്. അപ്പോൾ 10 ഇഞ്ചസിൻ്റെ സ്ലീവ് നിങ്ങൾക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. ഇത് കോട്ടൺ ആണ്. ഇപ്പോൾ ഇച്ചിരി സ്റ്റാർച്ച്ഡാണ് മെറ്റീരിയൽ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലോ ആയിട്ട് കിടക്കും. ഇത് ഫുള്ളി ഷിഫോൺ മെറ്റീരിയൽ, പ്രിൻറ്റഡ് ഷിഫോൺ ആണ് വിത്ത് ലൈനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബുക്കിംഗ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം സൈസും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ടോ, എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക നോട്ടിഫിക്കേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കുക. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മളോടൊന്ന് മെസ്സേജ് അയച്ചിട്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും പീസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടക്കം ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.